ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത് എന്ന്. ആദ്യം നമ്മൾ പറഞ്ഞു ഭഗവത് ഭക്തിയുള്ള ആൾക്കാർക്ക് ഒരിക്കലും മങ്ങലേൽക്കില്ല എന്നും പറഞ്ഞു. ഇനി ഈ രണ്ട് കാര്യങ്ങളെ നമുക്കൊന്ന് യോജിപ്പിക്കാൻ ശ്രമിച്ചു നോക്കാം. എങ്ങനെയുള്ള ഭക്തിയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ദുഃഖം വന്നു കഴിഞ്ഞാൽ പൊതുവെ എന്താണ് നമ്മുടെ ഒരു വാചകം വരാറ്? ഞാൻ ഇത്രയൊക്കെ ഭഗവാനെ ആശ്രയിച്ചിട്ടും എനിക്ക് ദുഃഖങ്ങൾ വന്നുല്ലോ എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി വെക്കൂ. നമ്മൾ എന്തോ ഭഗവാന് വേണ്ടി ചെയ്യണു, അതിന് പകരം ഭഗവാൻ നമുക്ക് വേണ്ടി എന്തോ ചെയ്തു തരണം. ഒരർത്ഥത്തിൽ ഒരു വ്യാപാര ഭക്തിയായി പോവുകയാണ്. ഭക്തിയല്ല എന്ന് പറഞ്ഞിട്ടില്ല, അതും ഭക്തി തന്നെയാണ്. ഭഗവോന്മുഖമായിട്ട് എന്ത് ചെയ്യണോ അതൊക്കെ ഭക്തി തന്നെയാണ്. പക്ഷേ അത് ഉത്തമ ഭക്തി ആയിട്ടില്ല. ഇനി കുറച്ചും കൂടി ഒന്ന് ഉയരാനുണ്ട് എന്നർത്ഥം. ഉത്തമ ഭക്തി എങ്ങനെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലെ ആ ഭക്തന്മാരൊക്കെ ഉണ്ടല്ലോ, പ്രഹ്ലാദനെ കുറിച്ച് പറഞ്ഞു. സ്വന്തം അച്ഛൻ തന്നെ വധിക്കാൻ വരണുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഹിരണ്യകശിപു പറയുന്നുണ്ട് പ്രഹ്ലാദനോട്, നിന്നെ ഞാൻ വെറുതെ വിടാം, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഞാനാണ് ഈ ലോകത്തിന്റെ സർവാധിപൻ, നിന്റെ ശ്രീഹരി അല്ല, നിന്റെ ശ്രീഹരി എൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് നീ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ സത്യം മാത്രമേ പറയാൻ പ്രഹ്ലാദന് അറിയുള്ളൂ. അത് കാരണം പറയുകയാണ്, ഈ ലോകത്തിന്റെ എല്ലാറ്റിൻ്റെയും അധിപനായിട്ടുള്ളത് ആ ഭഗവാൻ തന്നെയല്ലേ, ആ ഭഗവാൻ തന്നെയല്ലേ അങ്ങേക്കും ബലം എനിക്കും ബലം എന്ന് ചോദിക്കുന്നുണ്ട് പ്രഹ്ലാദൻ. അപ്പോൾ അവിടെ ഒരു വ്യതിചലനം വരണില്ല. തൻ്റെ ആ നിഷ്ഠയിൽ നിന്ന്, തൻ്റെ ആ ഭക്തിയിൽ നിന്ന് അതിനൊന്നും ഒരു മാറ്റവും വരണില്ല അവിടെ. അതേപോലെ തന്നെ പ്രഹ്ലാദന്റെ പൗത്രൻ, ഒരു സംശയവും ഇല്ല, അത്ഭുതമൊന്നും വിചാരിക്കേണ്ട. അതിൽ ഗുരുനാഥനായിട്ടുള്ള ശുക്രാചാര്യർ പറയുന്നുണ്ട്, ഭഗവാനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്, ഈ ദാനം നീ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ സകല ഐശ്വര്യങ്ങളും പോവും എന്ന് പറയുന്ന സമയത്തും ഞാൻ വാക്ക് കൊടുത്തതാണ്, ഞാൻ എൻ്റെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് ആ പറഞ്ഞും കൊണ്ട് അതിന് മുന്നോട്ട് പോകുന്ന ആളാണ്. ഭഗവാനിൽ അത്രയും ഭക്തിയുള്ള ആളാണ്. ഭാഗ്യമാണ് എൻ്റെ, ഭഗവാനല്ലേ എൻ്റെ മുൻപിൽ ദാനം ചോദിച്ചു വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ പൗത്രൻ അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ അത്ഭുതം? പ്രഹ്ലാദന്റെ അല്ലേ പേരക്കുട്ടി. ഇതേപോലെ തന്നെ അംബരീഷ മഹാരാജാവ് അകൃത്യ തന്നെ വിഴുങ്ങാൻ വേണ്ടി നേരെ വരുന്ന സമയത്ത് ന പദാച്ച കമ്പി എന്നാണ് മൽപ്പത്തൂരിന്റെ പ്രയോഗം. ഒന്ന് കാലനക്കി വെക്കി അടക്കം ചെയ്തില്ല എന്ന്. അവിടെ ഉദ്ദേശിക്കുന്നത് കാലനക്കിയോന്നല്ല, മനസ്സനങ്ങിയിട്ടില്ല എന്ന്. മനസ്സാ ഭഗവാന്റെ പാദത്തിൽ നിന്ന് അനങ്ങിയിട്ടില്ല. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയും കൊണ്ട്, ഇത്രയും കഷ്ടപ്പെട്ടും കൊണ്ട് എന്നൊന്നും അദ്ദേഹം ചിന്തിക്കണില്ല വ്രതത്തിനെ കുറിച്ച്. ഭഗവാന്റെ ഇച്ഛ എന്താണോ, ഞാൻ മരിക്കണം എന്നാണോ ഈ കൃത്യയുടെ കൈകൊണ്ട് ആയിക്കോട്ടെ, അല്ല ഇനി ഞാൻ രക്ഷപ്പെടണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ കൃത്യയ്ക്ക് എന്നെ ഒന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി അവിടെ അദ്ദേഹം നാമം ജപിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഭക്തന്മാര് അല്ലെ, എന്ത് വന്നാലും ശരി ഭഗവാന്റെ പാദത്തിലെ ഉറച്ച ഭക്തിയാണ്. എനിക്കൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്നെ ഉയർത്താൻ വേണ്ടി ഭഗവാൻ എന്തോ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ഭക്തന്മാര്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഈ പ്രതിസന്ധി പോലും കീർത്തിക്കുള്ള കാരണമായി മാറുകയാണ്. അതാണ് ഈ ഭക്തന്മാരുടെ ഉദാഹരണം. അപ്പൊ അങ്ങനെ ആവാൻ നമുക്കും ശ്രമിക്കുക. ഇവരുടെ ഉദാഹരണത്തിൽ നിന്ന് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.